മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 3-ാം വാക്യം. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. സ്നേഹമുള്ളവരെ, ഒരു ഓർമ്മപ്പെടുത്തൽ എൻ്റെ ദൈവം എനിക്ക് നൽകുകയാണ്. നമ്മളായിരിക്കുന്ന ഈ ലോകം എപ്രകാരമുള്ള ലോകമാണ് എന്ന്. ചെന്നായ്ക്കളാൽ നിറഞ്ഞ ഒരു ലോകത്തിൽ കുഞ്ഞാടിനെ പോലെയാണ് ഞാൻ നിന്നെ അയക്കുന്നത്. നീ ജാഗ്രതയോടുകൂടി ജീവിക്കണം. സ്നേഹമുള്ളവരെ, ഈ ഒരു വചനം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർത്തിരിക്കുവാനായിട്ട് സാധിക്കണം. കാരണം തിന്മകൾ നിറഞ്ഞ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒത്തിരിയേറെ പ്രലോഭനങ്ങൾ എൻ്റെ ചുറ്റുപാടുമുണ്ട് എന്ന് തിരിച്ചറിയുവാനായിട്ട് എനിക്ക് സാധിച്ചാൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും. ഇല്ലെങ്കിൽ നമ്മൾ വീണ് പോകും. അറിയാം, നമ്മളൊക്കെ വണ്ടിയൊക്കെ ഓടിക്കാൻ നേരത്ത് ഓരോ സൈഡിലും ഓരോ സൈൻ ബോർഡ് തരാറുണ്ടല്ലേ. എന്തിനാണിത് തരുന്നത്? മുന്നിലത്തെ സാഹചര്യം ഒന്ന് മനസ്സിലാക്കുക. ദേ ഒരു വളവ് വരുന്നുണ്ട്, ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചില്ലാനുള്ള പ്രശ്നം എന്നാണ്? നമ്മൾ അപകടത്തിൽ ചെന്ന് ചാടും. അതുപോലെ തന്നെയാണ് ഈ ഒരു വചനം നമ്മുടെ ഉള്ളിലില്ല എങ്കിൽ നമ്മൾ പലപ്പോഴും പല അപകടങ്ങളിൽ ചെന്ന് ചാടേണ്ടതായിട്ട് വരും. ചിലതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കാതെ പോകും. അതുകൊണ്ടാണ് ഈശോ കൃത്യമായിട്ട് നമ്മളോട് പറയുന്നത്, നീ ശ്രദ്ധിക്കണം. നീ ആയിരിക്കുന്ന ഈ ലോകം എന്ന് പറയുന്നത് ഒത്തിരിയേറെ തിന്മകൾ നിന്റെ ചുറ്റുമുണ്ട്. ബോധ്യത്തോടുകൂടി കൃത്യമായിട്ട് അത് മനസ്സിലാക്കി അതിനെ അതിജീവിച്ചാൽ മാത്രമേ നിന്റെ ജീവിതം നന്മയിൽ കടന്നു പോകത്തുള്ളൂ. എളുപ്പമല്ല കേട്ടോ, ഒരിക്കലും എളുപ്പമല്ല. ഈ ലോകത്തിൽ വിശുദ്ധമായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് വെല്ലുവിളി നിറഞ്ഞൊരു യാഥാർത്ഥ്യമാണ്. സ്നേഹമുള്ളവരെ, അത് മനസ്സിലാക്കണം. എളുപ്പമാണ് എന്ന് ചിന്തിച്ച് പോയാൽ വീണ് പോകും. ഒരിക്കലും എളുപ്പമല്ല. കാരണം ഇഷ്ടംപോലെ പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നുണ്ട് അല്ലേ. കൂട്ടുകാരുടെ രൂപത്തിൽ, പല മാധ്യമങ്ങളുടെ രൂപത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല പ്രലോഭനങ്ങൾ വരുന്നുണ്ട്. ചില തഴക്ക ദോഷങ്ങളൊക്കെ മാറ്റാം എന്ന് ചിന്തിച്ച് അതിൽ നിന്ന് മാറാനായിട്ട് പരിശ്രമിക്കുമ്പോഴും പലരും നമ്മളെ ഇങ്ങനെ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുക. സ്നേഹമുള്ളവരെ, നമ്മളോട് ദൈവം പറയാം, അതുകൊണ്ടാണ് നീ ജാഗ്രതയോടുകൂടി പോ. എന്നാൽ മാത്രമേ നിനക്ക് ഈ ഭൂമിയിൽ വിശുദ്ധനായിട്ട് വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്കൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ജാഗ്രതയുണ്ടോ? ദൈവം പറഞ്ഞ ഈ ഒരു വചനത്തെക്കുറിച്ച് എപ്പോഴെങ്കിലുമൊക്കെ ചിന്തിക്കാറുണ്ടോ? അതോ ലോകത്തിന് അടിമപ്പെട്ടുകൊണ്ട് പാപത്തിൽ ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണോ? സ്നേഹമുള്ളവരെ, ആണെങ്കിൽ അതിൽ നിന്ന് മാറാനായിട്ട് വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് ചുറ്റുപാടും തിന്മകളുണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ അതിജീവിക്കുവാനായിട്ട് ഈശോയുടെ കരം പിടിച്ചുകൊണ്ട് വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.